കവിൻ നായകനായ ഏറ്റവും പുതിയ ചിത്രമാണ് സ്റ്റാർ. ഇതിൻ്റെ ട്രെയിലർ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ പടം ആ ട്രെയിലറിന് അത്രയും രസമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഇതൊരു കമ്മിങ് ഓഫ് ഏജ് രീതിയിലാണ് സിനിമ എടുത്തിട്ടുള്ളത്. ഒരു ചെറുപ്പക്കാരൻ എങ്ങനെയാണ് ഒരു ഫിലിം സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജേണിയാണ് സിനിമ എടുത്ത് കാണിക്കുന്നത്. ആൻഡ് അതിൽ തന്നെ ഒരുപാട് ഇല്ലോജിക്കലായിട്ടുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ ദഹിക്കാൻ പറ്റാത്ത കുറേ സാധനങ്ങളും, ദെൻ പേഴ്സണൽ ട്രോമാസും പേഴ്സണൽ ആയിട്ടുള്ള കുറേ ലവ് ട്രാക്കൊക്കെ കുത്തിക്കയറ്റി അൺഈവണായിട്ട് വേറെ പാരലായിട്ട് ഒരുപാട് സ്റ്റോറി ലൈനൊക്കെ വെച്ച് ഭയങ്കര ഫ്ലോഡായിട്ടാണ് സിനിമ പോയതായിട്ട് എനിക്ക് തോന്നി. കാരണം അതിൻ്റെ റൈറ്റിംഗ് വലിയ രസമില്ല. കാരണം അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ വെച്ച് സിനിമ ഭയങ്കര ലെങ്ത് അടിപ്പിക്കുന്നുണ്ട്. ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫിലിമിന് പറ്റിയിട്ടുള്ള ഒരു കോൺസെപ്റ്റേ ഉള്ളൂ സിനിമയ്ക്ക്. അതിനടുത്തൊരു ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിം ആക്കിയ പോലെ നമുക്ക് പല സമയത്ത് തോന്നും. പക്ഷേ സ്റ്റിൽ യുവൻ്റെ മ്യൂസിക് കൊണ്ടും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മേക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കണ്ടിരിക്കുമെങ്കിലും ഫീൽ ഗുഡ് കുത്തിക്കയറ്റാൻ വേണ്ടി ചെയ്ത കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പല സമയത്ത് ഫീൽ ചെയ്യും. അടുത്ത സാധനങ്ങളൊക്കെ അല്ലെങ്കിൽ പല സീക്വൻസുകളും നമുക്ക് വെറുതെ ഈ സിനിമയിൽ ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ നമുക്ക് തോന്നും. കുറേ പോർഷൻസ് ഇല്ലെങ്കിലും സിനിമ സ്റ്റിൽ റണ്ണാവുന്നുള്ള രീതിയിലാണ്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്, ഒരു അരമണിക്കൂറിനുള്ള സാധനത്തിന് 2-2.5 മണിക്കൂറിലേക്ക് വലിച്ചു നീട്ടിയ പോലെ നമുക്ക് പല സമയത്ത് ഫീൽ ചെയ്യും. ആൻഡ് ആ പോർഷൻസ് ഇല്ലെങ്കിലും സിനിമയ്ക്ക് യാതൊരു തരത്തിലും അത് അഫക്റ്റ് ചെയ്യില്ല എന്ന രീതിയിലൊക്കെയാണ് സിനിമ പോവുക. ആൻഡ് എൻ്റയർലി ഇതൊരു മോശ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു സാധാരണ സിനിമയായി പോയത്. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് കുറച്ചും കൂടി നല്ലൊരു ഔട്ട്പുട്ടാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത്രയ്ക്കുള്ളതില്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഇതൊരു മോശം സിനിമയല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ കണ്ടിരിക്കാം. പക്ഷേ കുറേ കണ്ട് നമ്മൾ അടുത്തൊരു സാധനമായിട്ട് നമുക്ക് തോന്നും. സോ പുതുമയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ പടമാണ് സ്റ്റാർ. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കണ്ടുവെക്കുക. കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.